കോൺഗ്രസിന്റെ ചാനലായ ജയ് ഹിന്ദിന് CBI നോട്ടീസ്. കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ DK ശിവകുമാറിന്റെ സ്വത്തിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് നോട്ടീസ്. CBI ബംഗളൂരു യൂണിറ്റാണ് നോട്ടീസ് നൽകിയത്. ടിൻഡു ദാസ് നൽകും കൂടുതൽ വിവരങ്ങൾ. ടിൻഡു, എന്ത് പശ്ചാത്തലത്തിൽ നോട്ടീസ്, എന്തൊക്കെ വിവരങ്ങൾ? അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ ജയ്ഹിന്ദ് ഓഫീസിന് ED നോട്ടീസ് നൽകിയിട്ടുള്ളത്. കർണാടക ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ കർണാടകയിലെ രാഷ്ട്രീയവുമായൊക്കെ ബന്ധപ്പെട്ടും ശിവകുമാറുമായി ബന്ധപ്പെട്ടും അനധികൃതമായി ജയ്ഹിന്ദ് ഓഫീസിലേക്ക്, ജനഹിന്ദ് ചാനലിലേക്ക് പണം എത്തിയിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ CBI നോട്ടീസ് അയച്ചിട്ടുള്ളത്. ബാംഗ്ലൂരു ആസ്ഥാനമായിട്ടാണ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന CBI സെക്ഷനാണ് ഇപ്പോൾ ജയ്ഹിന്ദ് ഓഫീസിലേക്ക് ഇത്തരത്തിലുള്ളൊരു CBI അന്വേഷണത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പകപോക്കലെന്നാണ് ജയ്ഹിന്ദ് ചാനലിന്റെ MD കൂടിയായ BS ബിജു മാധ്യമങ്ങളോട് ഉൾപ്പെടെ പ്രതികരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി പ്രതാപകാലത്ത് വളരെയധികം സാമ്പത്തികമായി മുന്നേറി നിന്ന ചാനലായിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പല ഇലക്ഷൻ സമയങ്ങളിലും, അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വരുന്ന നേതാക്കന്മാരുടെ ഇടയിലും ചാനലിലേക്ക് അനധികൃതമായി പണം ഒഴുകിയിട്ടുണ്ടെന്നായിരുന്നു കണ്ടെത്തിയിരുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ CBI ജയ്ഹിന്ദ് ചാനലിന് നോട്ടീസ് അയച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ പകപോക്കലെന്നാണ് ചാനലിന്റെ MD ഉൾപ്പെടെ പ്രതികരിക്കുന്നത്. കർണാടക ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ശിവകുമാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടാണ് ചാനലിനെ വേട്ടയാടുന്നത് എന്നാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിന് പോകുന്നതിനെ പറ്റി അല്ലെങ്കിൽ നിയമ പോരാട്ടങ്ങളെ പറ്റിയൊന്നും അദ്ദേഹം പ്രതികരിക്കുന്നില്ല. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പകപോക്കലാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അനധികൃതമായ ചാനലിലേക്ക് പണം വന്നിട്ടുണ്ട്. ഈ പണം അനധികൃതമായി തന്നെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. സോഴ്സ് അറിയാത്ത രീതിയിലുള്ള പണം വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും പുറത്തു നിന്നും ഇത്തരത്തിൽ ചാനലിന് സഹായമായി പണം വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അന്വേഷിക്കുക. ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിന് പോകുന്നില്ല എന്നാണ് മാനേജ്മെന്റ് ഭാഗത്തു നിന്നുള്ള ഒരു നിലവിലെ അറിയിപ്പ് എന്ന് മനസ്സിലാക്കുന്നു. അനു, ശരി ടിൻഡു.